എല്ലാ മാന്യ പ്രേക്ഷകർക്കും കേരള ടൈംസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു അതിഥി മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ദേവചേട്ടനാണ്. ദേവചേട്ടനെ കുറിച്ച് പറയണ്ട, നമ്മൾ സുന്ദര വില്ലനൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉള്ള സൗന്ദര്യം തന്നെയാണ് ആ മുഖത്തുള്ളത്. അദ്ദേഹമാണ് ഇന്നത്തെ അതിഥി. അദ്ദേഹത്തിനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതിച്ചു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സന്തോഷം. എന്തായാലും ഇപ്പോൾ ഒരു അമ്മയുടെ പ്രസിഡന്റായിട്ട് മത്സരിക്കാൻ പോവാണ്. അപ്പോൾ നേതൃസ്ഥാനമൊന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട, എത്രത്തിലാണ് ആ പ്രസിഡന്റ് സ്ഥാനത്തെ നോക്കുന്നത്? വളരെ ആകാംക്ഷയുണ്ട്, ഒപ്പം ഒരു റിസ്ക്കാണ്, അതുമുണ്ട്. പക്ഷേ റിസ്കിനേക്കാൾ കൂടുതൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഞാൻ കാണുന്നത്. അമ്മ എന്ന സംഘടനയോട് വൈകാരികമായി ഒരുപാട് ബന്ധമുള്ള ഒരാളാണ്. അമ്മയുടെ ആരംഭകാലത്ത് ഒരു ഫൗണ്ടർ മെമ്പർ എന്ന് തന്നെ പറയത്തക്ക വിധത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഞങ്ങൾ അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ 31 വർഷമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷനാണ് ആ അമ്മ. അപ്പോൾ അതിനകത്ത് വൈകാരികമായൊരു ബന്ധമുണ്ട്. അപ്പോൾ തന്നെ അമ്മയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു ഫീലാണ് ഞാൻ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആവാനുള്ള ഒരു കാരണം, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ മേഖലയിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതിൽ പാഠമുള്ള ഒരാളാണ്. അതുപോലെ അമ്മയിലെ ഉള്ള ഒരു വലിയ ഒരു കൂട്ടായ്മ ഉണ്ട്. അവർക്ക് എല്ലാ മാസവും അമ്മയുടെ ഒരു കൈനീട്ടമുണ്ട്, അത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഇനി ദേവൻ ചേട്ടൻ അതിലേക്ക് ഒരു പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ചിന്തിക്കുന്നത്? ഞാൻ കുറേ കാലത്തെ പഠനത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾക്കറിയാം, ഒരു ഫണ്ടിന് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ഷോയിൽ പോയി നമ്മൾ ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. അതല്ലാതെ ആ ഒരു സോഴ്സ് നിന്നാൽ അമ്മയുടെ ഫണ്ടിങ് സോഴ്സ് നിൽക്കുകയാണ്, ഡെഡ് എൻഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ആക്ച്വലി അത് നിന്നുകൊണ്ടിരിക്കുന്നു. അമ്മ എന്ന സംഘടനയുടെ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊരു ഡെഡ് എൻഡിൽ നിൽക്കണം. ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ വേണ്ട ഫണ്ട് നമ്മൾ എവിടെ നിന്ന് കിട്ടും എന്ന് വളരെ ആകാംക്ഷയോട് കൂടി തന്നെയാണ് ഇതിൻ്റെ ഭാരവാഹികൾ എന്ന നിലയ്ക്കും ഇതിൻ്റെ ഒരു അംഗമെന്ന നിലയ്ക്കും എൻ്റെ ഒരു ആകാംക്ഷ അതാണ്. കാരണം ഒരു മാസം, ഒറ്റ എക്സാമ്പിൾ പറയാം, ഈ അമ്മയുടെ കൈനീട്ടം എന്ന് പറയുന്ന 5000 രൂപ പെർ മന്ത്. ഈ മെഡിക്കൽ കിറ്റ് 57 പേർക്ക്, അത് 127 പേർക്കാണ് കൈനീട്ടം. 57 പേർക്ക് നമ്മൾ 10000 രൂപയുടെ മെഡിക്കൽ കിറ്റ് എല്ലാ മാസവും അവരുടെ വീടുകളിൽ ഒന്നാം തീയതി എത്തിക്കുന്നുണ്ട്. അതിന് തന്നെ 11 ലക്ഷം രൂപ നമുക്ക് വേണം പ്രതിമാസം 11 ലക്ഷം. പിന്നെ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ വേറെ. അപ്പോൾ ഒരു 10-20 ലക്ഷം രൂപ നമുക്ക് ഒരു മാസം ഇത് കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമേ അമ്മ മുന്നോട്ട് പോകാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ അമ്മ എന്ന സംഘടനയുടെ ഈ ഒരു കമ്മിറ്റ്മെന്റ്, ഇതൊരു കമ്മിറ്റ്മെന്റാണ്, ചിലവല്ല. ചിലവെന്ന് പറയാൻ പറ്റില്ല. ദിസ് ഇസ് എ കമ്മിറ്റ്മെന്റ് ടു ദി മെമ്പേഴ്സ്. ആ ഒരു ആകാംക്ഷ ഉണ്ട് എനിക്ക്. കാരണം ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാകും. പക്ഷെ അതിനുള്ള ഞാൻ ഒരുപാട് ആലോചിച്ചു, എങ്ങനെ നമുക്ക് ഇനി ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഫണ്ട് ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് വെച്ചാൽ ഈ കുറച്ച് മുമ്പ് തന്നെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് 5000 രൂപയാണ് കിട്ടുന്നത് ഒരു മാസം. അത് അങ്ങനെ ഏതാണ്ട് 127 പേർക്ക് കൊടുക്കുന്നുണ്ട്. ഈ 5000 എന്നുള്ളത് 10,000 റുപ്പീസ് ആക്കാനുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. നമ്മളൊരു കമ്മിറ്റിയിൽ വരികയാണെങ്കിൽ ആ കമ്മിറ്റിയിൽ വെച്ചിട്ട് നമുക്കിത് പാസ്സാക്കി എടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ വലിയൊരു പാലിച്ച് ചെലവുള്ളത്. അപ്പൊ അത്തരത്തിലൊരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ TV ചാനലിൽ നിന്ന് കിട്ടുന്ന ഈ സ്റ്റാർ ഷോ എന്ന് പറയുന്ന ആ സോഴ്സിൽ കൂടെ മാത്രമേ ഇപ്പൊ നമുക്ക് ഫണ്ട് കിട്ടുന്നുള്ളൂ. വേറെ സോഴ്സ് നമുക്കില്ല. മറ്റൊരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് കണ്ടെത്തേണ്ടതായിരുന്നു. അപ്പൊ ഞാനിപ്പോൾ ആലോചിച്ച അങ്ങനത്തെ സോഴ്സസ് ഉണ്ടല്ലോ. നമ്മുടെ അമ്മ എന്ന് പറയുന്ന ഈ സംഘടന ഒരു സോഷ്യൽ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. കിട്ടുന്ന ഫണ്ട് മുഴുവനും 95% ഈ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അവശ്യ കലാകാരന്മാർക്കും കഷ്ടത അനുഭവിക്കുന്ന ഈ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് 95% കൊടുക്കുന്നത്. അങ്ങനെ ഈ ചാരിറ്റി ചെയ്യുന്ന നമുക്ക് ചാരിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു സമ്മാനം കൊടുക്കുന്ന പോലെയാണ്. കൊടുക്കുന്ന ആ അത്രയും എമൗണ്ട് ഉണ്ടല്ലോ, ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ അതിന് 2-3 സോഴ്സസ് ഉണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ സെൻട്രൽ ഗവൺമെൻറ് ഗ്രാൻറ്റുകളുണ്ട്.
ഒരുപാട് ഗ്രാൻഡ് ഉണ്ട് ഈ വക ഓർഗനൈസേഷൻസ്. മറ്റൊന്ന് CSR ഫണ്ട്. CSR ഫണ്ട് ഒരുപാടുണ്ട് ഇവിടെ. ആ CSR ഫണ്ട് നമുക്ക് എന്ന് വെച്ചാൽ ഇത് നമുക്ക് അവരുടെ അടുത്ത് പോയി ഈ CSRന്റെ അത് ഈ കോർപ്പറേറ്റ് അതോറിറ്റീസിന്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താൽ, അതായത് ഞങ്ങൾ ഇത്രയും ചാരിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്, 95% ഓഫ് ഫണ്ട് ഗോസ് ടു ദിസ് സർവീസസ്. തീർച്ചയായിട്ടും ഒരുപാട് സംഘടനകൾ ചാരിറ്റി ചെയ്യുന്നുണ്ട് CSR ഫണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് നല്ലൊരു ഐഡിയ, അങ്ങനെ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു വലിയ വലിയ കമ്പനീസ് ഉണ്ടല്ലോ, അതായത് ആയിരക്കണക്കിന് കോടി രൂപയാണ് അവരെ CSR ഫണ്ടിരിക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം നടത്തുന്ന, നാച്ചുറലി ഈ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സംഘടനയില്ല, അമ്മ പോലെ ഒരു സംഘടനയില്ല ഇത്രയും ചാരിറ്റബിൾ ആയിട്ട് ചെയ്യുന്നവർ, അതായത് അംഗങ്ങളെ സഹായിക്കുന്ന ഒന്നില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ അത് നമ്മൾ ശരിക്കും നല്ലൊരു അതോറിറ്റീസിനെ, ഈ കോർപ്പറേറ്റ് ലെവലിലുള്ള അതോറിറ്റീസിനെ കണ്ടെത്തി അവരെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചാൽ അവരെ ഇന്ന് പണം കിട്ടാനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകില്ല. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവശ്യ കലാകാരന്മാർ ഒത്തിരി പേരുണ്ട്, അവരെ കൂടുതൽ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പറയുന്നത് ഈ 5,000 10,000 റുപ്പീസ് ആക്കാൻ പറ്റും. അങ്ങനെ ഫണ്ടിന്റെ വരവ് അനുസരിച്ച് നമുക്ക് അതിലും കൂടുതൽ ചെയ്യാൻ പറ്റും. മനസ്സിലായി? പക്ഷെ ഒരു കാര്യമുള്ളത്, ഈ രാഷ്ട്രീയം പോലെ അല്ല നമ്മുടെ അമ്മയുടെ സംഘടനയുടെ അകത്തുള്ള ഓരോ വ്യക്തികളും അവരെ നിസ്സാരമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും തോന്നുന്നുണ്ടോ? ഓരോരുത്തരെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ അംഗങ്ങൾ എന്നെ വിശ്വസിക്കുന്നവരാണ് 100%. അവർക്കൊരു അവിശ്വാസമില്ല, ഇയാളുടെ ഇത് ചെയ്യുന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ വിശ്വാസം മാത്രം മതി എനിക്ക്. അപ്പോൾ അവരെല്ലാം കൂട്ടിക്കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ചിരുത്തി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ നമുക്കൊരു പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ടല്ല നമ്മളിതൊക്കെ ചെയ്യുന്നത്. ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും ഇതൊക്കെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അവരുടെ പേഴ്സണൽ അഡ്വാൻറ്റേജസ് വേണ്ടിയിട്ടല്ല. അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, അവർക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് ഈ അവസ്ഥ അനുഭവിക്കുന്ന നമ്മുടെ അംഗങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള. പക്ഷെ അവർക്ക് ഫണ്ടിൻ്റെ ഒരു കാര്യത്തിൽ ഫർദറായിട്ട് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. ദേവേട്ടൻ്റെ വേറെ കാര്യം ചോദിക്കാനുള്ളത്, ഒത്തിരി അംഗങ്ങളുണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരു നേരത്തെ നമ്മൾ സിനിമ എടുത്ത് കുറച്ച് ഫണ്ട് ഉണ്ടാക്കി, അത്തരത്തിലൊരു സിനിമ ചെയ്ത ഒരു ഫണ്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഇനി ബുദ്ധിമുട്ടാണ്. അന്ന് തന്നെ വലിയ ബുദ്ധിമുട്ടിയിട്ടാണ് വൻ വിജയമായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു വിജയം, ആ വിജയത്തെ വേറൊരു കാര്യം കൂടി ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ സമയത്ത് അത് ദിലീപാണ് അതിന്റെ കോൺട്രാക്ട് എടുത്തത്. ദിലീപും അമ്മയായിട്ടാണ് കോൺട്രാക്ട് എടുത്തത്. അപ്പോൾ ഒരു കമ്മിറ്റഡ് ഒരു എമൗണ്ട് അമ്മയ്ക്ക് കിട്ടും. അമ്മയുടെ ആർട്ടിസ്റ്റ് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പടം കൊടുക്കും. അത് റിലീസ് ചെയ്ത് പ്രോഫിറ്റ് ആൾക്ക് എടുക്കാം. പക്ഷെ ഒരു ഫിക്സഡ് എമൗണ്ട്, ഈ നിങ്ങളുടെ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ എമൗണ്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് പടം എടുത്തു കഴിഞ്ഞിട്ട് പടം റിലീസ് ചെയ്തിട്ട് ദിലീപിന് നല്ല പ്രോഫിറ്റ് കിട്ടി, നന്നായിട്ട് ഓടിയത്, നല്ല പ്രോഫിറ്റ് കിട്ടിയപ്പോൾ ദിലീപ് 25 ലക്ഷം രൂപ ആരും ചോദിക്കാതെ ഇവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. അമ്മയുടെ ഡെപ്പോസിറ്റ്. ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും പറയുന്ന ഉത്തരങ്ങൾ കൃത്യമാണ്. അത് പ്ലാൻ ചെയ്തിട്ടല്ല, അത് എത്തരത്തിലാണ്, അത് പഠിച്ചു വെച്ചാണ് പറയുന്നത്. ഒന്നുമില്ല, അതും ഞാൻ പറയുന്നതല്ല, ഈശ്വരൻ പറയുന്നത്. അല്ല, പല ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, വിവാദം ആയിട്ട് വരുന്ന പല ചോദ്യങ്ങൾ. പ്രത്യേകിച്ച് ഈ അമ്മയ്ക്കകത്ത് എനിപ്പോൾ വിവാഹം നടന്നപ്പോൾ ദേവേട്ടൻ പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ്. ചേട്ടന്റെ ഒരു സംഘടനയിലുള്ള ഒരാൾ, എല്ലാവരും ഒരുമിച്ചാണ്, അവർക്കൊരു പ്രശ്നം വന്നപ്പോൾ കൂടെ നിൽക്കാനാണ് ശ്രമിച്ചത്. അത് മനസ്സിൽ നിന്ന് തുറന്നു പറഞ്ഞതാണ്. എനിക്ക് ആദ്യം വേദന തോന്നി. കാരണം ഞാൻ ഷാനവാസിന്റെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് വരികയാണ്. വേറെ സമയത്ത് എനിക്ക് ന്യൂസ് കിട്ടുന്നു, ഞാൻ ഇത് എന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ ഇതിന്റെ ഈ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ ഒരു FIR എനിക്ക് കിട്ടി. അപ്പോൾ ഈ FIR നോക്കിയപ്പോൾ ഞാൻ കാറിൽ ഇരുന്നിട്ട് ആലോചിക്കും, ഇത് എന്താണ് ഇത്, ഇറ്റ്സ് എ ബുൾഷിറ്റ്, ദിസ് എ നോൺസെൻസ് എന്നെനിക്ക് അപ്പോൾ തോന്നി. അപ്പോൾ ഈ പത്രങ്ങളൊക്കെ നോക്കിയപ്പോഴും TV ചാനൽ നോക്കിയപ്പോഴും എല്ലാ പത്രങ്ങളും ഏകകണ്ഠേന പറയുന്നത് വിചിത്രമായ FIR എന്ന് ഈ മാധ്യമങ്ങൾ മൊത്തത്തിൽ വിധി എഴുതിയത് ഒരു കേസാണ്. അപ്പോൾ ഒരു കോമൺ മാൻ ഇതെടുത്ത് നോക്കുമ്പോൾ അയാളുടെ ഇത് എന്ത് കേസാണ് ഇവിടെ ഉള്ളത്? എന്ത് കേസാണ്? കേസില്ല, അങ്ങനെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം നടന്നിട്ടില്ല.
ഈ അമ്മയെ തകർക്കാൻ വേണ്ടിയിട്ട് പുറമേ ഉള്ള ആൾക്കാരാണോ അത് ഉള്ളിലുള്ള ആൾക്കാർ ആരാണ് ശ്രമിക്കുന്നതായിട്ട് അറിയാം? ഉള്ളിലുള്ള ആളൊന്നും അറിയില്ല, പക്ഷെ ഏതൊരു ഗൂഢസംഘം എൻ്റെ പിന്നിലുണ്ട്. അത് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആവശ്യം, അത് അന്വേഷിച്ച് കണ്ടെത്തണം. ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത്, അത് കണ്ടെത്തിയേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അത് അതായത് അമ്മ ഇനിയൊരു ഒരാളും ഇതുപോലെ ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ കേസിൻ്റെ പറയുന്നുണ്ട്. ഞാൻ പറയും എനിക്കത് കണ്ടെത്തിയേ പറ്റൂ. അമ്മയ്ക്ക്, അതായത് ആ കാൻഡിഡേറ്റിനെതിരായിട്ട് വന്നതിൻ്റെ അർത്ഥം അമ്മയ്ക്കെതിരായിട്ട് വന്നതാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ആ കാൻഡിഡേറ്റിനെ വളരെ ചീത്ത രൂപത്തിൽ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളുണ്ടെങ്കിൽ അയാളെ പുറത്ത് കൊണ്ടുവന്നേ പറ്റും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ അമ്മയ്ക്ക് ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഇനിയും വരാം. പക്ഷെ അപ്പോഴൊക്കെ എത്തരത്തിലാണ് നേരിടാൻ നോക്കുന്നത്? ഇനി സമ്മതിക്കില്ല. പണ്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ പ്രശ്നം ഒരു വിവാദം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, എന്തെങ്കിലും ഒരു ക്രൈം നടന്നാൽ അമ്മ അങ്ങനെ ഒന്നും ഉണ്ടാകാൻ അങ്ങനെ നടക്കുക. കാരണം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളത്. ഇനി മുതൽ അതല്ല, അമ്മ പ്രതികരിക്കും, ശക്തമായിട്ട് പ്രതികരിക്കും. അംഗങ്ങൾക്ക് എന്ത് വന്നാലും അമ്മ പ്രതികരിച്ചിരിക്കും, അവരോടൊപ്പം ഉണ്ടാവും. അമ്മ എന്ന് പറയുന്ന അനർത്ഥമായി തന്നെ മുന്നോട്ട് പോകുന്നതാണ്. മുന്നോട്ട് പോകും, സംശയമാണ്. അമ്മ എന്നുള്ള പേരൊക്കെ മാറ്റാൻ പലരും ശ്രമിച്ചു. അറിവില്ലായ്മ, ഫൂളിഷ്നെസ്, വിഡ്ഢിത്തരം എന്നല്ലാതെ എന്താ പറയാ. അത് ചില ആൾക്കാർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് ശരിയല്ല. അത് അവർക്ക് അമ്മയെ പറ്റി അറിയാത്തതുകൊണ്ടാണ്. അത് അമ്മ എന്ന വാക്കിന്റെ അർത്ഥം അറിയാത്തവർ, അമ്മ എന്ന വാക്കിന്റെ വിശ്വാസ്യത അറിയാത്തവർ, അതിന്റെ ഒരു ഭാരം അറിയാത്തവർ ഒക്കെ ചെയ്യുന്ന ഒരു വിഡ്ഢിത്തരമാണ്, നോൺസെൻസ് എന്നല്ലാതെ എന്താ പറയാ. അമ്മയുടെ ഒരുപാട് അംഗങ്ങൾ ദേവചേട്ടനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദേവചേട്ടൻ ഒരു പ്രസിഡന്റായി വരുമ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷ അവർക്ക് കൊടുക്കാൻ പറ്റുക? അല്ലെങ്കിൽ അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ദേവചേട്ടൻ നേതൃസ്ഥാനത്ത് വരണം. അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് ഒരു പ്രതീക്ഷ കൊടുക്കാൻ ഉള്ളത്? ഒരു വർഷം നിയർലി ഒരു 4 സിനിമകൾ ചെയ്യാൻ പറ്റും ഒരു നായകൻ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ നായകന്മാർ ഒരു വർഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ 80 to 100 ഫിലിംസ് വരും ഉണ്ടല്ലോ. അപ്പോൾ ഈ നായകന്മാരാണല്ലോ ഇതിൻ്റെ മെയിൻ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വരുന്ന ഈ ക്യാരക്ടേഴ്സ് വരും. ഓരോ സിനിമയിലും ഓരോ ക്യാരക്ടേഴ്സ് വരും. അതിൽ നമുക്കൊരു 3-4 പേർക്ക് നമുക്ക് ഏതെങ്കിലും ഒരു വേഷം കൊടുക്കാൻ പറ്റും. ഒരു 4 ദിവസം 5 ദിവസം ഉള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ അത് നമ്മുടെ ഈ അമ്മയിലത്തെ അംഗങ്ങൾക്ക് വേണ്ടി കൊടുക്കണമെന്ന് പറയാൻ ഈ നായകന്മാർ തയ്യാറാവും. കാരണം അപ്പോൾ അവർക്ക് ഒരു മാസം 25,000-30,000 റുപ്യ അവർക്ക് കിട്ടും. അത് മതിയല്ലോ. അതേപോലെ ഒരു നായകൻ ഒരു 4 പേർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുക. അതുപോലെ അതെന്ന് വെച്ചാൽ എല്ലാ നായകന്മാരും അങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഈ ചാൻസസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം നമുക്ക് ഏതാണ്ട് എല്ലാ ചാൻസ് ഇല്ലാത്തവർക്കും മുഴുവനും അറ്റ്ലീസ്റ്റ് 2 ദിവസത്തെ വർക്കോ 3 ദിവസത്തെ വർക്കോ ഒരു 16,000 റുപ്യയോ 20,000 റുപ്യയോ കിട്ടുകയാണെങ്കിൽ അത് വലിയ കാര്യമാണല്ലോ. ഞാൻ നായകന്മാരുടെ അടുത്തൊക്കെ പോയി പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നിങ്ങളുടെ പടങ്ങൾ, അല്ലെങ്കിൽ അറിയാമല്ലോ ചില പോലീസ് വേഷം, അല്ലെങ്കിൽ മജിസ്ട്രേറ്റ്സിൻ്റെ വേഷം, ഒരു പോസ്റ്റ്മാൻ്റെ വേഷം എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് സംഭവിക്കുന്നത് അവിടെ ആരെങ്കിലും കാണുന്ന ഒരാളെ പിടിച്ചു നിർത്തും. അതിൽ നല്ലത് നമ്മുടെ ആർട്ടിസ്റ്റുകൾ വീട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ ആർട്ടിസ്റ്റുകളുണ്ട്, അംഗങ്ങളുണ്ട്, അവരെ വിളിച്ചിട്ട് കൊടുത്താൽ ഒരു ഒരു സഹായമാവും, അവർക്കൊരു ജോലിയാവും. എപ്പോഴും ആർട്ടിസ്റ്റുകളുണ്ടല്ലോ ഈ സിനിമ, ഈ കലാകാരന്മാരും കലാകാരികളുടെ ഒരു ആർട്ടിസ്റ്റ്, അവരൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. അവർക്ക് പുറത്തു പോയി, അവർക്ക് ചാൻസ് ഇല്ലെങ്കിൽ പുറത്തു പോയി ബസ്സിൽ പോകാൻ പറ്റില്ല, നടന്നു പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊരു ഒരു കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു അവസരം എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയമാണ്. അഭിനേതാക്കളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് സിനിമയിൽ ചാൻസ് കിട്ടുക, മനസ്സിലായില്ലേ? ആ ചാൻസാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതുകൊണ്ട് പണം കൊടുക്കുന്നതിനേക്കാൾ ഏറെ അവർ ആവശ്യപ്പെടുന്നത് ഒരു റോള്, ഒരു ക്യാരക്ടർ നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം എൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായിട്ടുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾക്ക്, അമ്മയുടെ അംഗങ്ങളോട് ഏറ്റവും ഒരു അപേക്ഷയാണത്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ വന്നു. ഞാൻ നിങ്ങളോട് പേഴ്സണലായിട്ട് പറയുകയാണ്. കാരണം അടുത്ത 2 ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഇലക്ഷനാണ്. വളരെ ഇന്നേ വരെ ഈ 31 വർഷത്തിനുള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എപ്പോഴും മീഡിയ അറ്റൻഷൻ കിട്ടിയിട്ടുള്ളൊരു ഇലക്ഷൻ പ്രക്രിയയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അത്
ഒരു പക്ഷേ അമ്മയെ എന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. നമ്മൾ ഇതേവരെ ഇത്രയും ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഇലക്ഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടില്ല. വളരെ ജോളിയായിട്ടാണ് നമ്മൾ ഈ ഇലക്ഷനെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രിട്ടിക്കലാണ്, വളരെ അപകടകരമായ ഒരു ഇലക്ഷനാണിത്. കാരണം ടു ബി ഓർ നോട്ട് ടു ബി, ഉണ്ടാവുമോ ഇല്ലാതാവുമോ എന്ന് ചോദ്യം, അമ്മ ഉണ്ടാവുമോ ഇല്ലാതാവുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്നത്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിക്കണം, ആർക്ക് വോട്ട് കൊടുത്താലാണ് അമ്മ നിലനിൽക്കുക, മുന്നോട്ട് പോകുക. കാരണം ഇതേവരെ നിന്ന അമ്മ ഇനിയും തുടർന്ന് പോകണമെങ്കിൽ ആര് വിചാരിച്ചാലാണ് പറ്റുക എന്ന് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ പറയാം, നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കണ്ടെത്തുക, നിങ്ങൾ ചിന്തിച്ചിട്ട് പരസ്പരം ആലോചിക്കുക, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഒരു തീരുമാനമെടുക്കാം. എന്നിട്ട് അവർക്ക് വോട്ട് ചെയ്യാം. അപ്പം എനിക്ക് വേണ്ടി വോട്ട് ചോദിച്ചില്ല എന്നുള്ളത് ഇത് വേണ്ട. ഞാൻ ചോദിക്കും, എനിക്ക് നിങ്ങളുടെ ആ വിലയേറിയ വോട്ടുകൾ തന്ന് വിജയിപ്പിക്കുക. അമ്മയെ നല്ലൊരു സുവർണകാലത്തിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കാം. ദേവച്ചേട്ടനെ കാണാനും ദേവച്ചേട്ടൻ സപ്പോർട്ട് തരാനും വേണ്ടിയിട്ട് കേരള ടൈംസിന്റെ MD വന്നിട്ടുണ്ട്, ഡോക്ടർ അനിൽ മാത്യു. എന്താണ് സാറേ പറയാനുള്ളത്? ദേവച്ചേട്ടൻ നടന്നൂരി അദ്ദേഹം ഇപ്പൊ അമ്മയിലെ പ്രസിഡന്റായിട്ട് മത്സരിക്കുകയാണ്. നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് വന്നത് ആ ഒരു കാര്യം കൂടി കൂടിയിട്ടാണ്. നമ്മുടെ രംഗത്ത് സുഹൃത്തുബന്ധവും അതെല്ലാം നമുക്ക് വളരെയധികം ദേവച്ചേട്ടനെ കുറിച്ചൊരു സുഹൃത്തുപരി ഒരു ഞങ്ങളുടെയൊക്കെ ഒരു ചില സമയത്ത് ഒരു ഗുരുസ്ഥാനീയനായിട്ട് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ഒരു ആത്മീയ കാഴ്ചപ്പാടുള്ളവർക്കൊക്കെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിട്ടല്ല പലപ്പോഴും രാഷ്ട്രീയ സിനിമയും ഒക്കെ കാണുന്നത്. പക്ഷേ ദേവചേട്ടൻ ആ കാര്യത്തിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ, ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കളെ സംസാരിക്കാറുമുണ്ട്. വില്ലൻ വേഷം ചെയ്യുന്ന ചുരുക്കം ചിലർ ഇങ്ങനെ ഇപ്പം നമ്മുടെ സ്പടിയൻ ജോർജിനെ പോലെയൊക്കെ അങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ആത്മീയ പാതയിലും ഒക്കെ നല്ലവരായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ ദേവചേട്ടൻ ഒരു ലീഡിങ് റോള് തന്നെയാണ്. അത് വരുന്ന തലമുറയ്ക്ക് പോലും പഴയ സിനിമകളൊക്കെ കാണുന്ന പലരും കുട്ടികളൊക്കെ ഇതിങ്ങനെ ദേവചേട്ടനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് പറഞ്ഞ ഒരു ആത്മീയ തലത്തിൽ കാണാനും പറ്റുന്ന ഒരാളാണ് എന്ന് ജനറൽ ഒരു ട്രെൻഡ് ഉണ്ട്. ഇപ്പം ഞങ്ങളിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ പോകുമ്പോഴും പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിൻ്റെ താഴെ വരുന്ന കമന്റ്സിൽ ഇതായിരിക്കും എല്ലാവരും പബ്ലിക് പറയുന്നു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ ആ അംഗങ്ങൾ എല്ലാവരും തന്നെ ആ പൊതുജനത്തിന്റെ, കാരണം പബ്ലിക് ആണല്ലോ ഇതിനൊക്കെ നിലനിർത്തുന്നത്, പൊതുജനത്തിന്റെ വോട്ടിനെ മാനിക്കും എന്നുള്ള ഒരു ഉറപ്പ് കൂടി വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ചെയ്ത് ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഉടനെ ഇത് വിടാൻ പോവുകയാണ്. അപ്പോൾ കേരളത്തിലെ മലയാളികളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞ് അത് അമ്മയിലെ അംഗങ്ങൾ എല്ലാവരും അതിനെ കൂടി വിലയ്ക്ക് കണക്കെടുത്തുകൊണ്ട് ദേവചേട്ടൻ വോട്ട് ചെയ്യും. ഇന്നത്തെ ദിവസം നമ്മളിവിടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനും ഗുരുതുല്യനുമായ ദേവൻചേട്ടൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് അമ്മ എന്നുള്ള സംഘടനയുടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കൺഫ്യൂഷനുകളും പല പ്രയാസങ്ങളും അതിനെല്ലാത്തിനും ഒരു പരിഹാരമായിട്ട് ഈശ്വരനായിട്ട് നിശ്ചയിച്ചു കൊണ്ടു തന്ന ഒരു വ്യക്തിയാണ് ദേവൻചേട്ടൻ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നതും മനസ്സിലാക്കുന്നതും. ഇന്നിവിടെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ ആ അല്ലെങ്കിൽ ഞങ്ങളുടെ മനസ്സിലാക്കലിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഓരോ വ്യക്തികളെയും, അമ്മയിലെ അംഗങ്ങളെയും അതുപോലെ മറ്റ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളിൽ നിന്നും ഒരു ആത്മീയ കാഴ്ചപ്പാട്, എന്ത് പറഞ്ഞാലും അത് എൻ്റെ കഴിവല്ല, ഈശ്വരൻ തന്നതാണെന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ്. സാറിപ്പോ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തു, സാറ് അഭിനയിക്കുന്നുണ്ട്, പടത്തിൽ അഭിനയിച്ചു. ഞാനും അടുത്ത സമയത്ത് ഇൻഡസ്ട്രിക്കകത്ത് ബന്ധപ്പെടുകയും അമ്മയുടെ പ്രോഗ്രാമിൽ വരികയൊക്കെ ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ചേട്ടനെ കുറിച്ചുള്ള വ്യക്തിപരമായ അഭിപ്രായം അത് നമുക്ക് ധൈര്യമായിട്ട് ദേവചേട്ടൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടെന്ന് പറയാൻ നമുക്കും മോശമില്ല. ചില ആൾക്കാരോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, ചിലപ്പോൾ അത് മറച്ചു വെക്കേണ്ടതായ ചില അവസ്ഥകളൊക്കെ പബ്ലിക്കലി. പക്ഷെ ദേവചേട്ടൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അല്ലെങ്കിൽ സുഹൃത്ബന്ധത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ചേട്ടനെ കൂടെ ആളാണ്. പബ്ലിക്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ഏത് മതങ്ങളിലും പറയാവുന്ന തരത്തിലൊരു ഒരു മാതൃകയാണ് ഞങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് രാഷ്ട്രീയമോ മറ്റു മതങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് ആ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കണം. മറ്റുള്ളവർ കഴിവില്ലാത്തവരോ മറ്റുള്ളവർ സാധ്യതയില്ലാത്തവരെന്നല്ല, അത് ഇദ്ദേഹത്തെ പോലെ ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തി നമ്മുടെ നേതൃസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കത് ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ പൊതുജനങ്ങളുടെ വോട്ടിംഗ് എല്ലാം വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും.
അതുകൊണ്ട് ഈ ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സോക് സംഘടന ചാലക്കുടി അതിൻ്റെ പ്രസിഡന്റ് ജോബി കൊടകര, സെക്രട്ടറി പ്രദീപ് പൂലാരി, ഇവർ രണ്ടുപേരും ദേവൻചേട്ടനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ദേവൻചേട്ടൻ എന്തായാലും അമ്മയുടെ ഒരു പ്രസിഡന്റായിട്ട് മത്സരിക്കല്ലേ, അപ്പോൾ ഒരു ആശംസ പറയാൻ വേണ്ടി വന്നതാണ്. ദേവൻചേട്ടാ, നമ്മുടെ ജോബി കൊടകരയും പ്രദീപ് വന്നിട്ടുണ്ട്. നമസ്കാരം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ദേവൻചേട്ടൻ്റെ വീട്ടിലാണ്. ദേവൻചേട്ടനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന, അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ദേവൻചേട്ടനെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ വന്നതാണ്. ഞാനും ചാലക്കുടിയിലെ സ്വാക്കിൻ്റെ സംഘടനയുടെ സെക്രട്ടറിയും കൂടെയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ മാ എന്ന സംഘടനയിലെ എല്ലാ അമ്മ മെമ്പർമാരോടും അപേക്ഷിക്കാനുള്ളത്, ദേവൻചേട്ടന് വേണ്ടി ഒരു വോട്ട് തീർച്ചയായിട്ടും നിങ്ങൾ നൽകണം. ആ പ്രസിഡന്റ് സ്ഥാനം ഏറ്റവും അർഹനായ ആ കൈകളിൽ തന്നെ എത്തണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. അതും കൂടി വിനീതമായി എൻ്റെ മായിലെ എല്ലാ അമ്മയിലെ മെമ്പർമാരോടും അപേക്ഷിക്കുകയാണ്. കൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാരുടെ സംഘടനയുടെ പേരിലും സ്വാക്കിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാ വിജയാശംസകളും നേരുകയാണ്. അതോടൊപ്പം നല്ല രീതിയിൽ നന്മയിലൂടെ നയിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാ വിജയാശംസകളും. ദേവൻചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംഘടനാപരമായിട്ടുള്ള അറിവുകളും എല്ലാം തികച്ചും കഴിവുള്ള ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാം കൃത്യമായിട്ട് ചെയ്യും എന്ന് തന്നെ നമുക്ക് ഈ വാക്കുകളിൽ നമുക്ക് വ്യക്തമാണ്. അതുപോലെ തന്നെ സംഘടനാ പാരമ്പര്യം ഉള്ള ആൾ കൂടിയാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. അതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.